ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈശാഖ് ഇപ്പോൾ നേരെ മൈഥിലിയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും വൈശാഖ് അയച്ച ഗുണ്ടകളെല്ലാം മൈഥിലെ ഇങ്ങനെ ഒരു ഷോളിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. വൈശാഖ് വരുമ്പോൾ മൈഥിലി ഇങ്ങനെ കെട്ടി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ വൈശാഖ് അവിടേക്ക് വന്നിട്ട് മൈഥിലി ഇങ്ങനെ എടുത്തു പോക്കുന്നു. മൈഥിലിയുടെ ആ സ്റ്റിക്കറും എടുത്ത് മാറ്റി കഴുത്തിൽ കെട്ടിയ ആ തുണിയും അഴിച്ചു മാറ്റിയിട്ട് താഴേക്ക് കിടത്തുകയാണ് മൈഥിലിയെ വൈശാഖ്. എന്താണ് മൈഥിലി ഉണ്ടായത് എന്ന് വൈശാഖ് ചോദിക്കുന്നു. എനിക്കറിയില്ലടാ, ആരൊക്കെയോ വന്ന് വടിവാളൊക്കെ ആയിട്ട് ഗുണ്ടകളാണെന്ന് മൈഥിലി. ഗുണ്ടകളോ എന്ന് വൈശാഖ്. എന്നെ ഇവിടെ കെട്ടി തൂക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. പിന്നെ ഒരു കോൾ വന്നപ്പോൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയെന്ന് മൈഥിലി പറയുന്നു. ഗുണ്ടകളോ? ഏത് ഗുണ്ടകൾ? അതും എൻ്റെ സാമ്രാജ്യത്തിൽ? സാരമില്ല, നമുക്ക് അന്വേഷിക്കാം. ആരായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു, നീ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് എവിടെ പോയതാണെന്ന്. ഉറക്കം വന്നില്ല, ഒരു ബോട്ടിൽ കിട്ടുമെന്ന് കരുതി പുറത്തേക്ക് പോയതാണ് ഞാൻ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി കരഞ്ഞുകൊണ്ട് പറയുന്നു, നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ വൈശാഖ് എന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല, നീ എൻ്റേതല്ലേ, എൻ്റേത് മാത്രം എന്നൊക്കെ പറഞ്ഞ് വൈശാഖ് മൈഥിലി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അല്ല, നമ്മുടെ വൈകമോൾ എവിടെയെന്ന് ചോദിക്കുന്നു. മോളുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കുഞ്ഞിനെ നോക്കാൻ പോവുകയാണ് മൈഥിലി. ഇപ്പോൾ വൈശാഖിൻ്റെ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. വൈശാഖ് ഇങ്ങനെ പകയോടെ നിൽക്കുന്നു. ഇതേസമയം മീനാക്ഷി റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. മൈഥിലിയുടെ വീട് അന്വേഷിച്ച് വരികയാണ്. തുടർന്ന് അനന്തഗോപനെ ഇപ്പോൾ സാവിത്രി വിളിക്കുകയാണ്. സാവിത്രിയുടെ കോൾ വന്നപ്പോൾ തന്നെ പറയണം സാവിത്രി മേഡം എന്ന് പറഞ്ഞ് അനന്തഗോപൻ സംസാരിക്കുന്നു. അല്ല, ഞാൻ സാവിത്രിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് സാവിത്രി ചോദിക്കുന്നു. അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു, ഇനി എന്തിനാണ് മേഡം ഒരു മുഖവുര? ഞാൻ മേഡത്തിൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മേഡത്തിൻ്റെ ഇപ്പോഴത്തെ മുഖഭാവം ഞാൻ എൻ്റെ മനക്കണ്ണിൽ കാണുന്നുണ്ട്. ഒരു വല്ലാത്ത അമ്പരപ്പ് അല്ലേ എന്നൊക്കെ അനന്തഗോപൻ പറയുമ്പോൾ മിസ്റ്റർ ഗോപൻ എന്ന് പറഞ്ഞ് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. എന്താ മേഡം ഇങ്ങനെ? ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മേഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ആ മൈഥിലി താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മകൻ മൊത്തം മരിച്ച് പറക്കി. വാള് പോയിട്ട് ഒരു മുള്ളു പോലും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ മൈഥിലി ചെമ്പകമംഗലത്ത് നിന്ന് മോഷ്ടിച്ച വാള് ഞാൻ കണ്ടു. എവിടെ വെച്ച് എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു, അതൊന്നും വേണ്ട, അതൊന്നും എന്നോട് ചോദിക്കുകയും അരുത്. മേഡത്തെ പോലെ വേറെ ചില ക്ലയൻസ് എനിക്കുണ്ട്. ഞാൻ തൻ്റെ ക്ലയൻസ് അല്ല എന്ന് സാവിത്രി പറയുന്നു. ചുമ്മാ ക്ഷോഭിക്കുകയും ഉരുളുകയും ഒന്നും വേണ്ട മേഡം. മേഡം ഇപ്പോൾ എന്നെ വിളിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇനി എന്തിനാ മേഡം മടിക്കുന്നത്? നമുക്കിടയിലുള്ള മൂടൽമഞ്ഞ് നീങ്ങിക്കഴിഞ്ഞു. മേഡം കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ. സാവിത്രി പറയുന്നു, മിസ്റ്റർ ഗോപൻ ഞാൻ വിളിച്ചത്. വക്കീൽ പറയുന്നു, ആ വാളിൻ്റെ കാര്യം പറയാനല്ലേ എന്ന്. ഞെട്ടലോടെ സാവിത്രി പറയുന്നു, അതെ, ആ വാളിൻ്റെ കാര്യം പറയാനാണ്. എൻ്റെ തറവാട്ടിൽ നിന്ന് ഒരു മുതൽ പോയാൽ അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കും കൂടിയില്ലേ? അനന്തഗോപൻ പറയുന്നു, അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മേഡം. മേഡത്തിൻ്റെ തലയിണ കീഴിൽ തപ്പിയാൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു, എന്താ നിങ്ങൾ പറയുന്നതെന്ന്. എന്തിനാ മേഡം ഇങ്ങനെ തരം താണ അഭ്യാസം? ആ ഉടവാളിൻ്റെ റിസീവറായ എനിക്ക് അവിടെ വന്ന എല്ലാവരുടെയും കൈവിരലെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. വെറുതെ മേഡത്തിൻ്റെ ബെഡ്റൂം പരിശോധിക്കാൻ പോലീസിനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ഈ കച്ചവടത്തിൽ മേഡം എന്നെ കൂടി പങ്കാളിയാക്കുമെന്ന് കരുതിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞാൻ അറിയാതെ ആ വാൾ ചെമ്പകമംഗലം വിട്ടിറക്കാൻ പുറത്ത് കച്ചവടം ചെയ്യാനോ മേഡത്തിന് കഴിയില്ല. മിസ്റ്റർ ഗോപൻ എന്ന് പറഞ്ഞ് എന്ത് പറയാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ സാവിത്രിക്ക്. ഒരു കാര്യം ചെയ്യാം, കുറേ പോലീസിനെയും കൂട്ടി ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്ന് വക്കീല്. ഞെട്ടലോടെയും ടെൻഷനോടെയും സാവിത്രി, നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കാം. ആ വാൾ മേഡം എടുത്തു എന്ന് എനിക്കും മേഡത്തിനും നന്നായിട്ടറിയാം. പക്ഷേ എനിക്കതിൽ വിരോധമൊന്നുമില്ല. വെറുതെ ചെമ്പകമംഗലത്തിൻ്റെ അറയിൽ സമാധിയായിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം മേഡം. മേഡത്തിന് ആ വാള് വിൽക്കണം അല്ലേ? അതെ എന്ന് സാവിത്രി. കാര്യം നടന്നിരിക്കും, പക്ഷേ എനിക്കുള്ള ഷെയർ കിട്ടിയിരിക്കണമെന്നും വക്കീല് പറയുന്നു. ശരി, സമ്മതിച്ചു എന്ന് സാവിത്രി. അതിന് ചില തടസ്സങ്ങളുണ്ട്. നിയമപ്രകാരം ഒന്നുകിൽ മോഷണം പോയ വാള് കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാള് മോഷ്ടിച്ച ആളെ കണ്ടെത്തണം. അത് നമ്മുടെ തലയ്ക്ക് മീതെ തൂക്കുന്ന ഒരു വാളായിട്ട് തന്നെ മാറും എന്ന് വക്കീല് പറയുമ്പോൾ മിസ്റ്റർ ഗോപൻ, അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് സാവിത്രി ചോദിക്കുന്നു. വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വക്കീല് ചില കാര്യങ്ങൾ സാവിത്രിയോട് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം മൈഥിലി കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. അവിടേക്ക് നോക്കിയിട്ട് കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് അവിടെ നിന്ന് കരയുകയാണ് മൈഥിലി. വൈശാഖെ, കുഞ്ഞിനെ കാണുന്നില്ലടാ എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു, കുഞ്ഞ് എവിടെ പോകാനാ, ആര് കൊണ്ടുപോകാനാ, നീ നന്നായിട്ടൊന്ന് നോക്ക്.
നീന്തി നടക്കാൻ തുടങ്ങിയ കൊച്ചാണ്. അത് ചിലപ്പോൾ ഞണ്ടിനെ പോലെയൊക്കെ നീങ്ങി ഏതെങ്കിലും മുറിയിലേക്ക് കയറി കാണും. നീ നന്നായിട്ട് നോക്ക്, കുഞ്ഞ് ഇവിടെ തന്നെ കാണും എന്ന് വൈശാഖ്. അങ്ങനെ മൈഥിലി വീണ്ടും കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് അവിടെയൊക്കെ. ഇതേ സമയം വക്കീല് സാവിത്രിയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ഒരു വ്യവസ്ഥയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇത് സാധ്യമല്ല, ഈ വ്യവസ്ഥ ഞാൻ അംഗീകരിക്കില്ലെന്ന് സാവിത്രി. മേഡം, ഞാൻ ന്യായമായ ഒരു കാര്യമാണ് പറഞ്ഞതെന്ന് വക്കീല്. മിസ്റ്റർ, ഇതൊന്നും ന്യായമല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാനും അത് പാലിക്കാനും ഞാൻ ഒരുക്കമല്ല എന്നെ സാവിത്രി പറയുമ്പോൾ വക്കീല് പറയുന്നു, മേഡം, വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ മേഡം സംസാരിച്ചാൽ നഷ്ടം മേഡത്തിനാണ്. നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ഇത് സാധ്യമല്ല എന്ന് സാവിത്രി. മേഡം, ഞാൻ സമാധാനപൂർവ്വമാണ് പറയുന്നത്. ഞാൻ പറയുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മേഡം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ധനനഷ്ടം, അതിലുപരി മാനഹാനി. എല്ലാ രീതിയിലും മേഡം ഒറ്റപ്പെടും. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിന്റിലെത്തി അന്തം വിട്ട് നിൽക്കേണ്ടി വരും മേഡത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മേഡം ചെയ്യണം, ചെയ്തേ തീരൂ എന്ന് വക്കീൽ പറയുമ്പോൾ സാവിത്രി പറയുന്നു, ഇതിപ്പോൾ ഞാൻ ആകെ പെട്ടുപോയല്ലോ എന്ന്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ മേഡം പണി തുടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അനന്തഗോപൻ. സാവിത്രി വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖ് ആ ഗുണ്ടകളിൽ ഒരാളെ ഫോൺ ചെയ്തു. വൈശാഖ് സാറേ, സന്തോഷമായില്ലേ? കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. നീ എന്ത് പണിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വൈശാഖ്. ഇവരുടെ സംസാരം മൈഥിലി കേൾക്കുന്നു. എന്ത് പറ്റി? ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ കയറ് മുറുകി അവളുടെ കാറ്റ് പോകില്ലായിരുന്നു എന്ന് വൈശാഖ് പറയുമ്പോൾ തന്നെ മൈഥിലി ഞെട്ടി നിൽക്കുന്നു. സാർ എന്താ പറഞ്ഞത്? കൊല്ലാനല്ലേ സാർ എനിക്ക് കൊട്ടേഷൻ തന്നത് എന്ന് പറയുമ്പോൾ വൈശാഖ് പറയുന്നു, അവളെ കെട്ടിത്തൂക്കി തട്ടിയേക്കാൻ ഞാൻ കൊട്ടേഷൻ തന്നത് ഓക്കെയാണ്. പക്ഷേ അത് അപ്പോഴത്തെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. സാർ അത് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ക്ലൈമാക്സിൽ എത്തിയിരുന്നു. പിന്നെ അവിടെ ഇട്ടിട്ട് പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ഗുണ്ട പറയുമ്പോൾ വൈശാഖ് പറയുന്നു, അവളിനി ചത്തുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ചതിച്ചവളാണ് അവൾ. പക്ഷെ ആ വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് അവളെ വേണം. ഇത് മൈഥിലി കേൾക്കുന്നു. അവളുടെ ജീവൻ ഇപ്പോൾ പോയിരുന്നെങ്കിൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞേനെ. കോടികളാണ് നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തിൽ കെട്ടിയപ്പോൾ അവൾ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പോൾ തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോൾ സാറിന് പ്രശ്നമൊന്നുമില്ല. അവൾ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ എന്ന് ആ ഗുണ്ടകൾ. ഇനി വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട് നോക്കി നല്ല പൂശിയാൽ മതി. തത്ത പറയുന്നത് പോലെ അവൾ പറയുമെന്നും പറയുന്നു. എടാ, അവൾ അത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞെവിടെയെന്ന് വൈശാഖ് ചോദിക്കുന്നു. കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കോളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ മറന്നേക്കി എന്ന് ആ ഗുണ്ടകൾ. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാ കൊണ്ടുപോയി കളഞ്ഞത് എന്ന് വൈശാഖ് ചോദിക്കുന്നു. ഇത് കേട്ട് മൈഥിലി ഞെട്ടി. വൈശാഖ് എല്ലാം പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ മൈഥിലി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മൈഥിലി കേട്ടെന്ന് മനസ്സിലാക്കി ആദ്യം വൈശാഖ് ഒന്ന് ഞെട്ടി. അല്ല, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നു എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് മൈഥിലി. ഞങ്ങളൊരു സിനിമാ കഥ ഡിസ്കസ് ചെയ്യുമായിരുന്നു. മുടിഞ്ഞ വയലൻസ്. ആ പടം നിർമ്മിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞ് വൈശാഖ് പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി വൈശാഖിനോട് നിൽക്കെവിടെ എന്ന് പറയുന്നുണ്ട്. എന്താ, നീ എന്നെ വിരട്ടുകയാണോ എന്ന് വൈശാഖ്. എൻ്റെ കുഞ്ഞെവിടെയെന്ന് മൈഥിലി ചോദിക്കുന്നു. ആ വാളെവിടെയെന്ന് വൈശാഖും ചോദിക്കുന്നു. വാളോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നു, അതെ, ഉടവാള്. ചെമ്പകമംഗലത്തുകാരുടെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണവാള്. ഇത് കേട്ട് മൈഥിലി പറയുന്നുണ്ട്, വാളല്ലേ ദുഷ്ട ഞാൻ നിനക്ക് കൊണ്ടു തന്നത്? ഇത്രയും നാള് ചെമ്പകമംഗലത്ത് നിന്ന് അവരുടെയൊക്കെ ആട്ടും തുപ്പും ചീത്തവിളിയും ഒക്കെ കേട്ട് ഞാൻ കഷ്ടപ്പെട്ട് കട്ടെടുത്ത മരതകവാള് എൻ്റെ ഭർത്താവിനെ പോലും ചതിച്ച് വെറുപ്പിച്ച് കൂടെ നിന്നിട്ട് നീ എൻ്റെ കുഞ്ഞിനെ വിറ്റു അല്ലേ? എന്നിട്ട് എന്നെ കൊല്ലാൻ നോക്കി, ചതിയൻ എന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട്, ചതിച്ചത് നീയാണ്. നീ ഒറിജിനൽ വാള് മറ്റാർക്കോ വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാള് കൊണ്ടു തന്നെന്നെ ചതിക്കാൻ നോക്കിയല്ലേ എന്ന്. നീ കള്ളം പറയുന്നോ? നീ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നോ? നിന്നെ പോലെ ഒരു വഞ്ചകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് മൈഥിലി. കൊന്നു കളയുന്നില്ല ഞാൻ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട്, കൊല്ലടാ, കൊല്ല്. എന്നെ കൊന്നിട്ട് നിനക്ക് വേറെ ഒരുത്തിയോടൊപ്പം ജീവിക്കണം അല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ ചതിച്ച് എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കി. ഇനി എന്നെ കൊന്നിട്ട് സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയോ? നിന്നെ ഞാൻ വിടില്ലടാ, കൊല്ലും നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വൈശാഖിൻ്റെ ഷർട്ടിന് പിടിക്കുകയാണ് മൈഥിലി. നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വൈശാഖിൻ്റെ കരണത്ത് മാറി അടിച്ചു. എന്നാൽ അതുപോലെ തന്നെ മൈഥിലിയുടെ കരണത്ത് അടിച്ചിട്ട് മൈഥിലിയുടെ നെറ്റി ആ ഭിത്തിയിൽ കൊണ്ടുപോയി ഇടിക്കുകയാണ്. മൈഥിലിയുടെ നെറ്റിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട്. വൈശാഖ് അത് കണ്ട് ആനന്ദിക്കുന്നു. പോടി എന്ന് പറഞ്ഞ് മൈഥിലി ഒരൊറ്റ തള്ളാണ് വൈശാഖ്. മൈഥിലിയെ താഴേക്ക് എറിഞ്ഞപ്പോൾ മൈഥിലിയുടെ ബോധം പോവുകയാണ്. ഇതേസമയം മീനാക്ഷി കുഞ്ഞിനെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്.
കുഞ്ഞിനെയാണെങ്കിൽ ആ ഗുണ്ടകൾ കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ല പളുങ്ക് പോലത്തെ കൊച്ച്. ഈ കൊച്ചിനെ ഇനി എന്തോ ചെയ്യുമെന്ന് പറയുന്നു. ഇതൊരു മുതലല്ലേ, നല്ല വിലയ്ക്ക് വിൽക്കാം, എൻ്റെ കയ്യിൽ ഒരാളുണ്ട് എന്ന് അതിലൊരാൾ പറയുന്നു. ഇത് ആ വൈശാഖ് സാറിൻ്റെ കുഞ്ഞാണോ എന്ന് അതിലൊരാൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയുന്നു, നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്, അയാളുടെ കുഞ്ഞാണെങ്കിൽ അയാൾ തരുമോ? ഇതാ വെടല മൈഥിലിക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റാണ്. മീനാക്ഷി വന്നുപെട്ടത് ആ ഗുണ്ടകളുടെ മുന്നിലേക്ക് തന്നെയാണ്. അവർ ഇങ്ങനെ വണ്ടി തിരിക്കാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി അവരുടെ മുന്നിലായിപ്പോയി. നാശമെന്ന് അവരിങ്ങനെ മീനാക്ഷിയെ നോക്കി പറയുന്നു. ഓരോന്ന് വരും ചാകാനായിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ച് വരുന്നോ എന്തോ. എന്താടി മറ്റുള്ളവരെ പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മീനാക്ഷി പോകുന്നു. നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ചി വിട്ട് കളയണോ എന്ന് അതിലൊരാൾ ചോദിക്കുന്നു. ആ പോയ കൊച്ചിനെ വെച്ച് പുലിവാലി പിടിക്കാൻ ഞാനില്ല, അതിലും വലിയ മുതലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിനെ ആദ്യം വിറ്റ് കാശാക്കാം, ബാക്കിയൊക്കെ പിന്നെ വണ്ടി എടുക്കാൻ പറയുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ മീനാക്ഷി ആ വണ്ടിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മീനാക്ഷി ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.